നമസ്കാരം. കൊച്ചി കനന്ദൻ ബഷീർ രചനയും സംവിധാനം നിർവഹിച്ച് ചാനേക്കാട് പോലീസ് സ്റ്റേഷൻ എന്ന ഷോർട്ട് ഫിലിം ലഹരിക്കെതിരെയുള്ള ചാട്ടുളിയായി. ഉദ്യോഗം നിറഞ്ഞ നിമിഷങ്ങളാണ് ഈ ഷോർട്ട് ഫിലിം സമ്മാനിക്കുന്നത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ചിത്രമാണിത്. ശ്രീജിത്ത് നാരായണൻ DOP കൈകാര്യം ചെയ്തു. CR സലീം, ടാഷ് ക്രിസ്റ്റി, ബാലാജി ശർമ്മ, ബാലൻ പാറയ്ക്കൽ, കനന്ദൻ ബഷീർ തുടങ്ങി യുവ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ലഹരി മാഫിയയ്ക്ക് അടിമയാകുന്ന യുവതലമുറയുടെ കുടുംബ ബന്ധങ്ങളിൽ വലിയ ആഘാതമേൽപ്പിക്കുന്ന മുറിവുകളാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഇമോഷണൽ ത്രില്ലർ ജാണറാണ് കഥ പറയുന്നത്. നിരവധി വൈകാരിക മുഹൂർത്തങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഷോർട്ട് മൂവിയാണിത്. ഷോർട്ട് ഫിലിമിൻ്റെ ആദ്യ പ്രദർശനം കാണാൻ NHRCF ദേശീയ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ K വിജയരാഘവൻ IG-യും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരും എത്തിയിരുന്നു. അതിഥികളെ സ്വീകരിക്കാൻ സന ഫാത്തിമ അസ്ലം അതിഥികളെ സ്വാഗതം ചെയ്തു. എല്ലാരും പറഞ്ഞു എന്തെന്ന് ഞങ്ങളോട് പറഞ്ഞേ? ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ കാണണ്ടേ? അത് ശരി, അതാ സംഭവം. എളുപ്പാട്ട, ജാനേക്കാടിൽ അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല. ഇല്ലാണ്ട് ഇവരെല്ലാം ഇതെന്നോട് പറയോ? അതെന്നാ സംഭവം വെച്ചാല് കുറ്റ്യാടിയിലുള്ള കലന്തം ബഷീർ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ചെയ്ത സിനിമേന്റെ പേരാത്. ഇതില് ബഷീർ നല്ല രീതിയിൽ അഭിനയിക്കുകയും ചെയ്ത്. ഈ ഷോർട്ട് ഫിലിമിന്റെ പേരാ ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ. അല്ല, അന്നേരം ഇതെങ്ങനെയാ നമ്മള് കാണുക? ഇത് യൂട്യൂബിലുണ്ട്. മക്കളെ, ജാനുവരത്തേക്ക് ഒരു കാര്യങ്ങളോട് പറയാനുണ്ട്. ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഷോർട്ട് ഫിലിം നിങ്ങൾ എല്ലാരും ഒന്ന് കാണണേ. ഇപ്പോഴത്തെ രക്ഷിതാക്കളും മക്കളും കാണേണ്ട കാഴ്ച തന്നെയാന്നേ. കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാലോ. അപ്പം പേര് മറന്നോണ്ട, ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ. നമസ്കാരം, ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ.